വാ തുറന്നു കഴിഞ്ഞാൽ തെറ്റുപുറത്താണ് മാത്രം പറയുന്ന VD സതീശനോട് ഒരു മറുപടി പറയാനുണ്ട്. ഇത് സതീശന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. ആർക്കെതിരെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ആയിട്ടുള്ള ശിവൻകുട്ടി സാറിനെതിരെ പറയുന്നത് ഇങ്ങനെയാണ്: ഇവനൊക്കെ ഭരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിൽ പോയി പഠിക്കേണ്ട ഗതികേട് വന്നല്ലോ എന്നാണ് സതീശൻ പറയുന്നത്. എന്നാൽ സതീശ, ഇതിനുള്ള ഒരു മറുപടി ഞാൻ വളരെ വ്യക്തമായിട്ടും ലളിതമായിട്ടും പറഞ്ഞുതരാം. എന്നും സ്കൂളിൽ പോകുന്ന കുട്ടികളോട്, സ്കൂൾ വിട്ട് തിരിച്ചു വരുന്ന കുട്ടികളോട്, അവരെ സ്കൂളിലേക്ക് പറഞ്ഞേക്കുന്ന രക്ഷിതാക്കളോട്, അവരെ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരോടും പോയി ഒന്ന് ചോദിച്ചു നോക്ക്. ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് കിട്ടുന്ന വിദ്യാഭ്യാസവും അതുപോലെ വിദ്യാഭ്യാസ സാഹചര്യം ഒരുക്കുന്നതിൽ ഏറ്റവും നല്ല സാഹചര്യം ഉണ്ടാക്കിയ സർക്കാരിനെ കുറിച്ചും അവർ പറഞ്ഞു തരും. പിന്നെ സതീശ, വളരെ പിന്നിലേക്കൊന്നും പോണ്ട. ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് UDF ഭരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുന്നത് അബ്ദുറബായിരുന്നു. അബ്ദുറബ് കുട്ടികളോട് എങ്ങനെ ഇടപഴകി, അതുപോലെ തന്നെ വിദ്യാഭ്യാസ നയത്തിൽ വന്ന മാറ്റങ്ങളൊക്കെ ഒന്ന് തെരഞ്ഞു നോക്ക്. ഇന്നത്തെ ശിവൻകുട്ടി എന്ന് പറയുന്ന ആൾക്ക് നിങ്ങൾ എത്ര ന്യൂനതകൾ കണ്ടാലും കുട്ടികളോടൊപ്പം ഒപ്പം നടന്നിട്ടും ഒപ്പം തോള് പിടിച്ചിട്ടും കുട്ടികളിലേക്ക് ഇറങ്ങി ചെന്നിട്ടാണ് വിദ്യാഭ്യാസത്തിൽ ഓരോ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. അബ്ദുറബിന്റെ ആ കാലഘട്ടത്തിൽ പാഠപുസ്തകങ്ങൾക്ക് ഓണപ്പരീക്ഷ കഴിഞ്ഞാലും കിട്ടാത്ത കാലഘട്ടമായിരുന്നു. ഇത് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് പാഠപുസ്തകങ്ങൾ റെഡിയാണ് അവിടെ. പിന്നെ ഏറ്റവും നല്ല കെട്ടിടത്തിലാണ് ഇന്ന് കുട്ടികൾ പഠിക്കുന്നത്. ഞങ്ങൾക്ക് അബ്ദുറബിന്റെ കാലഘട്ടത്തിൽ പഠിച്ച കുട്ടികളാ. അന്നത്തെ ഗതികേട് നിന്നിട്ട് കുട്ടികൾക്ക് ഒരിക്കലും വന്നിട്ടില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും വിപ്ലവകരമായ മാറ്റങ്ങൾ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കുന്ന സർക്കാർ സ്കൂൾ എവിടെ എന്ന് ചോദിച്ചാൽ സതീശ, അതിന് ഒറ്റ മറുപടി ഉള്ളൂ: കേരളം. അന്ന് UDFന്റെ ഭരണകാലത്ത് അരിയിൽ പുഴുക്കല്, അരിയിൽ എലി ചത്തത് ഒക്കെ കിട്ടുന്ന കാലഘട്ടം, കഞ്ഞിയും പയറും മാത്രം കുട്ടികൾ തിന്ന് വളർന്ന് സ്കൂളിൽ പഠിക്കുന്ന ഒരു കാലഘട്ടം. ഇന്ന് അങ്ങനെയാണോ? സ്കൂളിൽ സദ്യ, ബിരിയാണി, മന്തി വരെ കൊടുക്കുന്ന കാലഘട്ടമാണ്. പിന്നെ കൂടുതലൊന്നും പറയേണ്ട പ്രതീക്ഷ. 4 വോട്ടിന് വേണ്ടി എന്തും നിങ്ങൾക്ക് വിളിച്ചു പറയും. അതുപോലെ ഏത് തിണ്ണ നിരങ്ങിയിട്ടും ഏത് അവന്റെ കാല് നക്കി അധികാരത്തിൽ കയറുക എന്നത് നിങ്ങളുടെ ഒരു നയമാണ്. ആ നയത്തിന് വേണ്ടി എന്തും വിളിച്ചു പറയരുത്, പറയണം. വിദ്യാഭ്യാസ നയവും നിങ്ങളുടെ കാലഘട്ടം ഈ കാലഘട്ടം തമ്മിൽ ഒരിക്കലും താരതമ്യം ചെയ്യാൻ പാടില്ല. അത് ആനയും ആട്ടുംകാട്ടും തമ്മിൽ മാറ്റമുണ്ടെന്ന് സതീശൻ മനസ്സിലാക്കണം.